ഇത് മാണിക്യമംഗലം. ജിൻഡോ പി ഡി എന്ന സാധാരണക്കാരൻ ബിഗ് ബോസ് വിന്നറായിട്ട് ചരിത്രത്തിലേക്ക് നടന്നു കയറുമ്പോൾ അത് ആഘോഷിക്കുവാനായി ജിൻഡോയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്ന ജിൻഡോയുടെ ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന ജനം മാണിക്യമംഗലത്തെ ഒരു പൂരപ്പറമ്പാക്കി മാറ്റുന്ന കാഴ്ച ലഹരി പകരുന്നതായിരുന്നു. മൂന്നും കൂടുന്ന വഴിയുടെ മധ്യത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ടെലിവിഷന് മുൻപിൽ ജിൻഡോയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ മാനിക്കാതെ ജിൻഡോയുടെ പ്രകടനവും വിജയവും ആഘോഷിക്കുവാനായി അമ്മ, അച്ഛൻ കൂപ്പിയ കരങ്ങളോടെ പ്രാർത്ഥന നിർഭരരായി അവിടെ നിൽക്കുന്ന കാഴ്ച മനുഷ്യൻ്റെ കരളും മനസ്സും നിറയ്ക്കുന്ന ഒന്നായിരുന്നു. വിജയെ പ്രഖ്യാപിക്കാൻ പോകുന്ന നിർണായക മുഹൂർത്തത്തിൽ അവരുടെ ആകാംക്ഷ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്താണ്. നിറത്തിൻ്റെ പേരിലും ബുദ്ധിയുടെ പേരിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാധാരണക്കാരനെ ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും അമ്മയുടെ ഹൃദയവും തകർന്നു പോയിരുന്നു. ഏതൊരു സമൂഹത്തിലും നിറം കുറഞ്ഞവനെയും ബുദ്ധി കുറഞ്ഞവനെയും മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചോദ്യമായി എറിയുകയാണ് ജിൻഡോ എന്ന സാധാരണക്കാരൻ. കേവലം വാക്കുകളിലൂടെ മാത്രം പ്രകടിപ്പിക്കേണ്ടതാണോ അവനവൻ്റെ ബുദ്ധിയും കഴിവുകളും? അതിന് സ്വന്തം പ്രവൃത്തികൾ തന്നെ സാക്ഷ്യമാകുന്ന കാഴ്ച ജനത്തിന് സമ്മാനിച്ചുകൊണ്ട് കപ്പുമായിട്ട് ജിൻഡോ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു വ്യക്തിയെ മാനസികമായിട്ട് തളർത്തുവാൻ വേണ്ടിയിട്ട് ബോഡി ഷേമിങ്ങും വർണ്ണ വ്യത്യാസവും ആയുധമാക്കുന്ന പൊതുസമൂഹത്തിലും ബിഗ് ബോസ് ഷോയിലും തന്നെയും മകൻ്റെ തളരാത്ത പോരാട്ടം വീര്യത്തിന് മുന്നിൽ നമിച്ചുകൊണ്ട് ദൈവശക്തിക്ക് മുന്നിൽ വിധേയപ്പെട്ടുകൊണ്ട് ഒരമ്മ തൻ്റെ ശാരീരികമായ എല്ലാ പരിമിതികളെയും എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി നിർത്തി പലരും പിടിച്ചു നിർത്തിയിട്ടും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ വിജയ മുഹൂർത്തത്തിനായി ആ നിർണായക നിമിഷത്തിലേക്കായി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. The winner is, come on. വന്നു ചേർന്ന ഓൺലൈൻ മീഡിയക്കാരുടെയും ചാനലുകാരുടെയും കണ്ണുകൾ പൂർണ്ണമായിട്ടും അച്ഛനിലേക്കും അമ്മയിലേക്കും തിരിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മകനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്നൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രേക്ഷക ലക്ഷങ്ങൾ ബിഗ് ബോസിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോയുടെ വിജയത്തിന് പിന്നില് അമ്മയുടെ പ്രാർത്ഥനയും പിന്തുണയുമാണെന്ന് അവർ കരുതുന്നു. അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ മോൻ്റെ വിജയത്തിൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് വഴിപാടുകളും എല്ലാം ഞാൻ നേർന്നുണ്ട്. എല്ലാ വിജയത്തിനും ഞാൻ അവൻ്റെ കൂടെയുണ്ട്. അവന് പിന്തുണയും എല്ലാം അവൻ്റെ കാര്യത്തിനും ഞാൻ അവന് ശക്തിയും ധൈര്യവും പകർന്നു കൊടുക്കാറുണ്ട്. അവന് എല്ലാ കൂട്ടത്തിനും താണു പോവാതെ താണു പോകുമ്പോൾ പിടിച്ച് കയറാൻ നോക്കണം. മനസ്സിന് ധൈര്യവും ശക്തിയും വേണം. തളർന്നു പോകരുത്. താഴേക്ക് പോയാൽ പിന്നെ ഒരിക്കലും കരകയറാൻ പറ്റില്ല. അങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുത്ത് അവന് മനസ്സിലാക്കിയില്ല. അങ്ങനെയാണ് അവൻ ഓരോ വിജയത്തിന്റെ പിന്നിലും ഞാൻ അവന് സഹായിക്കണം. അമ്മ, ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും മണ്ടൻ എന്ന് വിളിക്കുമ്പോഴും നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തി ജിൻഡോയാണെന്ന്. എന്നിരുന്നാലും അത് കേൾക്കുമ്പോൾ അമ്മയുടെ ഉള്ളിൽ ഒരു തകർച്ചയുണ്ടായി കാണും. അമ്മ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അത് ഒരു അമ്മയല്ലേ മോനെ ഇങ്ങനെ മണ്ടെന്ന് വിളിക്കുമ്പോൾ ആര് വിളിച്ചാലും ഒരു അവനോൻ്റെ സ്വന്തം മോനെ ഒരു വാക്കും കൊണ്ട് പോലും നോവിച്ചാൽ ഒരമ്മയ്ക്ക് സഹിക്കില്ല. അത് എത്ര ഇതായാലും അമ്മ ഒരിക്കലും താങ്ങാനാവില്ല. പിന്നെ ഭയങ്കരമായ വിഷമം ഉണ്ടായി എങ്കിലും അത് ഒരു പൂർണ്ണമായ ഒരു ഗെയിമാണ്, കളിയാണ്, മത്സരമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, ഒരുപാട് താഴ്ത്താൻ നോക്കും. അപ്പം എല്ലാം പിടിച്ചു നിന്ന് കരകയറി പോനം
അതാണ് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തത്. ആ ഒരു വാക്കിനെ, മണ്ടൻ എന്ന ഒരു വാക്കിനെ പ്രവൃത്തിയിലൂടെ ബുദ്ധിമാൻ എന്ന് കിരീടം വെച്ചുകൊണ്ട് തെളിയിക്കുന്നതാണെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. അവൻ മണ്ടനാന്ന് പറഞ്ഞവരെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മണ്ടനല്ല, അതിബുദ്ധിമാനാണ്. അവർ തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പം ബുദ്ധിമാനാണെന്ന് ശരിക്കും തെളിയിച്ചു. അവൻ ബുദ്ധിമാനായി നല്ലൊരു രാജാവായി കപ്പ് നേടി വന്നു. അമ്മയ്ക്ക് ആരോടൊക്കെയാണ് നന്ദി പറയാൻ തോന്നുന്നത്? നന്ദി പറയാൻ തോന്നുന്നത് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും ഒത്തിരി നന്ദി പറയാനുണ്ട്. ഒത്തിരി. പിന്നെ ഒരുപാട് എൻ്റെ ദൈവത്തോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ കുഞ്ഞു പ്രായം മുതൽ 3 മക്കളെ വളർത്തുമ്പോഴും ഓരോ ചോട് വയ്ക്കുമ്പോഴും ദൈവമേ 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 എന്ന് മാത്രം വിളിച്ച് അപേക്ഷിച്ച് വളർത്തിട്ടുള്ളൂ. ആ മക്കളെ അതുപോലെ തന്നെ എല്ലാ മക്കളും കരകയറിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുമ്പിലാണ് എപ്പോഴും ഞാൻ മുട്ടടക്കുന്നത്. പിന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി എൻ്റെ ഈ നാട്ടുകാരും ഇവിടെ അല്ലാത്ത നാട്ടുകാരും ബിഗ് ബോസിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒത്തിരി വോട്ട് ചെയ്ത് അവനെ വിജയിപ്പിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ പ്രേക്ഷകർ അവന് വോട്ട് കൊടുത്തു. അതാണ് അവൻ്റെ വിജയം. ആ വിജയത്തിൽ നിന്നാണ് അവൻ ഈ കപ്പ് നേടിയത്. അതുകൊണ്ട് ഈ പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും ബിഗ് ബോസിൻ്റെ ചാനലുകാരോടും മോഹൻലാൽ സാറിനോടും എനിക്ക് ഒത്തിരി നന്ദി. ഞാൻ ഇന്ന് മാത്രം താഴ്ന്നു. നിലവിൽ ജിൻഡോ കപ്പടിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പച്ചന് ഇപ്പോൾ തോന്നുന്ന വികാരം എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? നമുക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനിപ്പോ ഈ നമ്മുടെ ഈ നാടിന്റെ ഒരു അഭിമാനമാണല്ലോ. ആ ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കപ്പടിക്കാന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സാധാരണക്കാരിൽ നിന്ന് ആ ഒരു നായകന ഒരു മോൻ. അത് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾക്ക് നാടിന്റെ പലപ്പോഴും ജിന്നോ തകർന്നു പോകുന്ന അവസരങ്ങൾ നമ്മൾ ഗെയിമിൽ കണ്ടു. അപ്പച്ചൻ അതൊക്കെ ഗെയിമായി തന്നെ ഉൾക്കൊള്ളാൻ അപ്പച്ചന് പറ്റിയിരുന്നോ? അതായത് ജിന്നോനെ പറ്റി ഇവിടെ ചെറുപ്പപ്പോൾ ആൾക്കാർ മണ്ടനാണ്, കരിഞ്ഞവനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കൃത്യമായിട്ട് അവൻ കളിക്കൂടെ കാണിച്ചു കൊടുത്തല്ലോ. വാക്കുകളിലല്ല, പ്രവൃത്തി കൂടി കാണിച്ചു കൊടുത്തല്ലോ. അപ്പൊ അത് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. പ്രേക്ഷകരോട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനെ ഇതുപോലെ വോട്ട് ചെയ്ത് വിജയിച്ച എല്ലാവർക്കും ഏഷ്യാറ്റിനും ഈ മോഹൻലാൽ സാറിനൊക്കെ നന്ദി പറയാണ്. താങ്ക് യു.